ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഓണാഘോഷം കലക്കിയതിലുള്ള പ്രതിഷേധമല്ല നാട്ടുകാർക്ക്. തങ്ങളുടേതടക്കമുള്ള കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തോട് അപക്വമതികളായ ചിലർ കാണിച്ച അഴിഞ്ഞാട്ടത്തോടുള്ള പ്രതിഷേധമായിരുന്നു അത്. ജില്ലാ ഭരണാധികാരികൾക്ക് വരെ പറയാനുള്ളത് ഇത്തരം ചെയ്തികൾ ആവർത്തിക്കുന്നവർക്ക് ഒരു തരത്തിലുള്ള മാപ്പും നൽകരുത് എന്നാണ്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. പുതിയറ BMUP സ്കൂളിലെ ഓണാഘോഷങ്ങൾ സാമൂഹ്യ വിരുദ്ധർ അലങ്കോലമാക്കി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കുമെന്ന് കളക്ടർ N. പ്രശാന്ത്. കേരള കയർത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കോഴിക്കോട്ട് നടന്നു. ഓണാവധിക്ക് മുൻപ് ജില്ലയിലെ വിദ്യാലയങ്ങൾ ആഘോഷത്തിൽ. പൂക്കളമൊരുക്കിയും ഓണസദ്യയുണ്ടും സ്കൂളുകൾ ഓണം ആഘോഷ നിറവിൽ. വാർത്തകൾ വിശദമായി. പുതിയറ BM സ്കൂളിലെ ഓണാഘോഷം സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. സ്കൂളിലെ ഓണാഘോഷത്തിനായി ഒരുക്കിയ സദ്യയുടെ വിഭവങ്ങളാണ് സാമൂഹ്യ വിരുദ്ധർ ഒറ്റ രാത്രി കൊണ്ട് അലങ്കോലമാക്കിയത്. സംഭവത്തിൽ പോലീസ് നടപടികൾ ഊർജിതമാക്കുമെന്ന് കളക്ടർ N. പ്രശാന്ത് അറിയിച്ചു. പുതിയറ BMUP സ്കൂളിലെ ഓണാഘോഷമാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. സ്കൂൾ സ്റ്റാഫ് റൂമിൽ സൂക്ഷിച്ച വിഭവസമൃദ്ധമായ സദ്യയ്ക്കുള്ള കൂട്ടുകളാണ് സാമൂഹ്യ വിരുദ്ധർ ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിച്ചത്. സ്റ്റാഫ് റൂമിന്റെ പൂട്ട് കുത്തി തുറന്നാണ് ഇത്തരത്തിലൊരു സംഭവം അരങ്ങേറിയത്. ഇതോടെ കുരുന്നുകളുടെ ഓണാഘോഷങ്ങൾക്കും മങ്ങലേറ്റു. പുലർച്ചെ സ്കൂളിലെത്തിയ ഹെഡ്മിസ്ട്രസ് നാൻസി പ്രമീളയാണ് ആദ്യം സംഭവം കണ്ടത്. തുടർന്ന് വിവരം കസബ പോലീസിനെ അറിയിച്ചു. ഉടൻ പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. സംഭവം അറിഞ്ഞ് കളക്ടർ N. പ്രശാന്തും സ്കൂളിലെത്തിയിരുന്നു. ബുദ്ധിസ്ഥിരതയുള്ള ആരും ഇങ്ങനെ ചെയ്യില്ലെന്നും കുട്ടികളുടെ ഓണാഘോഷങ്ങൾക്ക് മങ്ങലേൽക്കാത്ത വിധം ഇന്ന് തന്നെ സദ്യയൊരുക്കുമെന്നും കളക്ടർ ഉറപ്പു നൽകി. ഇത് അങ്ങേയറ്റം വൃത്തികെട്ട ഒരു പരിപാടി എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിപ്പം പോലീസ് എന്തായാലും അന്വേഷിക്കും. ഇവിടെ ഈ ഒരു കുട്ടികൾ ഒരുക്കിയ ഓണസദ്യ അത് നശിപ്പിക്കുക എന്നുള്ളത് ഏതെങ്കിലും നിലവാരമുള്ള തലയ്ക്ക് സ്ഥിരതയുള്ള ആരെങ്കിലും ഇത് ചെയ്യുമെന്ന് തന്നെ സംശയമാണ്. വളരെ അൺകൾച്ചേർഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ പറഞ്ഞു കേട്ടു, മുമ്പും എന്തോ ഒരു ചെറിയ ഇൻസിഡന്റ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ അതും കൂടെ നോക്കിയിട്ട് ഇവർക്ക് തീർച്ചയായിട്ടും ആരാണ് എന്റെ ബാക്കിൽ നിന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. തീർച്ചയായിട്ടും അന്വേഷണം സീരിയസ് ആയിട്ട് നടത്തിക്കും. പോലീസ് ഓൾറെഡി ഉണ്ട് ഇവിടെ. സ്കൂളിൽ ഓണസദ്യ എത്തിക്കാൻ കളക്ടർക്ക് പിന്തുണയുമായി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കൂടിയെത്തിയതോടെ ആഘോഷത്തിന് മാറ്റുകൂടി. തുടക്കത്തിൽ കല്ലുകടിച്ചെങ്കിലും ആഘോഷത്തിന്റെ ഒടുക്കം അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരുമിച്ച് പായസം കൂട്ടി വിഭവസമൃദ്ധമായ സദ്യ കഴിച്ചാണ് സ്കൂളിൽ നിന്ന് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രാമന്തിയോളം ഉറക്കമളച്ച് കുരുന്നുകൾക്കായി സദ്യ ഉണ്ടാക്കിയ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും മനസ്സേറെ നൊന്തെങ്കിലും കൂട്ടായ്മയിലൂടെ തങ്ങൾ ഉദ്ദേശിച്ച തരത്തിൽ ഭക്ഷണം നൽകാൻ ആയതിന്റെ ആത്മനിർവൃതിയിലാണ് ഇവർ. BMUP സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധർ ഓണസദ്യ നശിപ്പിച്ചെങ്കിലും ഉച്ചയോടെ തന്നെ വിദ്യാർത്ഥികൾക്കും സംഭവം അറിഞ്ഞെത്തിയവർക്കും വരെ സദ്യ നൽകിയാണ് ആഘോഷങ്ങൾ അവസാനിച്ചത്. തൊടിയിൽ നിന്നും തെറുത്തെടുത്ത തുമ്പയും തെച്ചിയും കൊണ്ടൊരുക്കിയ പൂക്കളം, ഒപ്പം പായസവും പപ്പടവും കൂട്ടി നാക്കിലയിൽ ഒരു വിഭവസമൃദ്ധമായ സദ്യ. BM ഗവൺമെന്റ് UP സ്കൂളിൽ ഓണം ആഘോഷിക്കാനെത്തിയ കുരുന്നുകളുടെ പ്രതീക്ഷകൾ ഇങ്ങനെ പോകുന്നു. എന്നാൽ സ്കൂളിലെത്തിയതോടെ പ്രതീക്ഷകളാകെ തകിടം മറിഞ്ഞു. ഓണാഘോഷത്തിനായി തലേന്നൊരുക്കിവെച്ച സദ്യയുടെ വിഭവങ്ങളെല്ലാം സ്റ്റാഫ് റൂമിൽ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്നു. സാമ്പാറിനായി നുറുക്കിയ കഷ്ണങ്ങൾ ഒരു മൂലയിൽ, പച്ചടി, കിച്ചടി, പുളിയിഞ്ചി തുടങ്ങിയവയിൽ മണ്ണ് വാരിയിട്ട് നശിപ്പിച്ച നിലയിൽ, പാചകപ്പുരയിൽ മലമൂത്ര വിസർജനം. ഇതോടെ പൂക്കളുമായി പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് സ്കൂളിലെത്തിയ കുരുന്നുകൾക്ക് അങ്കലാപ്പായി. എന്തു ചെയ്യണമെന്നറിയാതെ നിന്നവരെ ഹെഡ്മിസ്ട്രസാണ് വീടുകളിലേക്ക് പറഞ്ഞയച്ചത്. സംഭവങ്ങൾ വിവരിക്കുമ്പോൾ UP സ്കൂളിലെ ഈ കുരുന്നുകളുടെ കണ്ണ് കലങ്ങി. സംഭവം ഞാൻ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞേ, HM വിളിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ അടുത്താണ്. ഞാനും ഉമ്മയും അനിയത്തോളം ഓടി വന്നേ. അപ്പോൾ ഇവിടെ എല്ലാവരും ടീച്ചേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു. ഇവിടെയുള്ള PTA പ്രസിഡന്റ് മെമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പറഞ്ഞ് പോലീസുകാർ വന്ന് നോക്കിപ്പോയി.
ഇവിടെയൊക്കെ വന്ന് നോക്കിയപ്പോൾ അവിടെ കലങ്കോലാക്കിയിട്ടിങ്ങനെ. വിവരമറിഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തകരും പോലീസും സ്ഥലത്തെത്തി. 11 മണിയോടെ സ്കൂളിലെത്തിയ കളക്ടർ എൻ പ്രശാന്താണ് എന്തു വില കൊടുത്തും സദ്യ വിദ്യാർത്ഥികൾക്ക് എത്തിച്ചു കൊടുക്കുമെന്ന ഉറപ്പു നൽകിയത്. വീടുകളിലേക്ക് മടങ്ങിയ വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിക്കണമെന്ന നിർദ്ദേശവും നൽകി. അനൗൺസ്മെന്റ് കൂടി എത്തിയതോടെ ടീച്ചർമാർ രജിസ്റ്ററിൽ നോക്കി നമ്പറുകൾ പരതി വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിക്കാനുള്ള നടപടി ആരംഭിച്ചു. 11:30 പൂക്കളമിടാൻ വിദ്യാർത്ഥികളും എത്തി. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനാണ് വിഭവസമൃദ്ധമായ സദ്യ ഓഫർ ചെയ്തത്. ഇപ്പം നമ്മൾ കുറച്ചു മുമ്പേ കണ്ടത് നമ്മളെ ജില്ലാ കളക്ടറോടെ വന്നിട്ട് സംഭവങ്ങളൊക്കെ നേരിട്ട് കണ്ട് ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഈ ഓണസദ്യ വേറെ ദിവസത്തേക്ക് നിങ്ങൾ മാറ്റിവെക്കരുത്, ഇന്ന് തന്നെ ഓണസദ്യ നടത്തണം. അതിന് വേണ്ടിയിട്ടുള്ള എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യാന്നുള്ള രൂപത്തിൽ അദ്ദേഹം കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ തന്നെ കുട്ടികൾക്ക് 300 കുട്ടികൾക്കുള്ള ഭക്ഷണം ഉടൻ തന്നെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഓർഡർ കൊടുക്കുകയാണ്. ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ഓണപ്പൊട്ടനും വിദ്യാർത്ഥികൾക്കൊപ്പം കൂടിയതോടെ നഷ്ടപ്പെട്ടതെന്തോ തിരിച്ചുകിട്ടിയ സന്തോഷത്തോടെ കുരുന്നുകൾ ആഹ്ലാദിച്ചു. സദ്യ കഴിച്ച് പൂർണ്ണ സംതൃപ്തിയോടെയാണ് ഇവർ അവധിക്കാലം ആഘോഷിക്കാൻ വീടുകളിലേക്ക് മടങ്ങിയത്. ക്യാമറാമാൻ രാഹുൽ മക്കടയ്ക്കൊപ്പം ശ്രുതി തിരുവമ്പാടി. കേരള കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ അളത്തിൽ വാസുവിന്റെ അധ്യക്ഷതയിലായിരുന്നു പരിപാടി നടന്നത്. കേരള കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ കയർ തൊഴിലാളികൾക്കും 2016 ഏപ്രിൽ മെയ് മാസത്തെ കുടിശ്ശികയും വർദ്ധിപ്പിച്ച തുകയായ 1000 രൂപ പ്രകാരം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും ഒക്ടോബർ മാസത്തെ പെൻഷൻ മുൻകൂറായുമാണ് ഈ ഓണത്തിനു മുൻപായി സംസ്ഥാനത്തെ എല്ലാ ക്ഷേമനിധി ഓഫീസുകൾ വഴിയും വിതരണം ചെയ്യാനൊരുങ്ങുന്നത്. ജില്ലാതല പെൻഷൻ വിതരണ ഉദ്ഘാടനം നളന്ദ ഓഡിറ്റോറിയത്തിലാണ് നടന്നത്. ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ അളത്തിൽ വാസു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CITU ജനറൽ സെക്രട്ടറി ടി ദാസൻ, AITCU ജില്ലാ സെക്രട്ടറി KG പങ്കജാക്ഷൻ, BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി അരീക്കോട് രാജൻ, കയർ തൊഴിലാളി ഫെഡറേഷൻ INTUC ജില്ലാ പ്രസിഡന്റ് P രാമചന്ദ്രൻ, കയർ പ്രോജക്ട് ഓഫീസർ K രാജീവ്, കയർഫെഡ് റീജിയണൽ ഓഫീസർ M രമണി, റീജിയണൽ ഓഫീസർ ഇൻചാർജ് MJ ദേവസ്യ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ PM ഷാജി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പരീക്ഷാ തിരക്ക് കഴിഞ്ഞ് സ്കൂളിൽ ഓണം ആഘോഷിച്ച് വിദ്യാർത്ഥികൾ അവധിക്കാലത്തിലേക്ക് മടങ്ങി. അധ്യാപകരും PTA പ്രതിനിധികളും ചേർന്നൊരുക്കിയ സദ്യ കൊണ്ടാണ് പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ മടങ്ങിയത്. ഓണപരീക്ഷയെല്ലാം കഴിഞ്ഞ് പൂക്കളമൊരുക്കിയും ഓണസദ്യ ഉണ്ടുമാണ് വിദ്യാർത്ഥികൾ 10 ദിവസത്തെ ഇടവേളകളിലേക്ക് കടന്നത്. പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകരും PTA പ്രതിനിധികളും വിദ്യാർത്ഥികളും ചേർന്ന് വ്യത്യസ്തമായ കലാപരിപാടികളും മത്സരങ്ങളും ഓണക്കളികളുമാണ് സ്കൂളിന്റെ ഇത്തവണത്തെ ഓണാഘോഷത്തിൽ നടത്തിയത്. പൂക്കള മത്സരം, ഓണക്കിസ്, ഓണപ്പാട്ട്, കമ്പവലി മത്സരം, ഉറിയടി മത്സരം തുടങ്ങിയ പരിപാടികളിലാണ് വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും ചേർന്നത്. ആഘോഷ പരിപാടികൾക്കൊടുവിൽ മത്സരാർത്ഥികൾക്ക് സമ്മാനങ്ങളും നൽകി. അധ്യാപകരും PTA പ്രതിനിധികളും ചേർന്നൊരുക്കിയ ഓണസദ്യയും കഴിച്ച് വിദ്യാർത്ഥികൾ ഓണാശംസകളും നേർന്നുകൊണ്ടാണ് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരിടവേള. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. 25 വർഷത്തെ വസ്ത്രവ്യാപാര പാരമ്പര്യമുള്ള KV കോംപ്ലക്സിൽ ഓണം ബക്രീദ് വസ്ത്രോത്സവം. മിതമായ വിലയിൽ തുണിത്തരങ്ങൾ ലഭിക്കുന്ന കോഴിക്കോട്ടെ ആദ്യത്തെ വസ്ത്രവ്യാപാര കേന്ദ്രം. കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് പാളയം ജംഗ്ഷനിൽ 5 നിലകളിലായി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി 150ഓളം ഹോൾസെയിൽ റീറ്റെയിൽ ഷോപ്പുകൾ. സാരി, സെൽവാർ, ടെസ്റ്റ് മെറ്റീരിയൽസ്, നൈറ്റി മെറ്റീരിയൽസ്, എല്ലാവിധ ജെന്റ്സ്, ലേഡീസ്, ബോയ്സ് ആൻഡ് ഗേൾസ് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, പർദ, ഇന്നർവെയർ, നൈറ്റി, ബെഡ്ഷീറ്റുകൾ മിതമായ നിരക്കിൽ. ഈ വർഷത്തെ ഓണം ബക്രീദ് പർച്ചേസ് KV കോംപ്ലക്സിൽ നിന്നാവട്ടെ. KV കോംപ്ലക്സ്, പാളയം ജംഗ്ഷൻ, കോഴിക്കോട്. ഓണം ബക്രീദ് ഖാദി മെഗാ എക്സ്പോ, മിഠായി തെരുവ്, ഖാദി ഗ്രാമോദ്योग എംപോറിയം. ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റും കൈനിറയെ സമ്മാനങ്ങളും. 1ാം സമ്മാനം 25 പവൻ സ്വർണ്ണ നാണയം, 2ാം സമ്മാനം 6 പവൻ സ്വർണ്ണ നാണയം, 3ാം സമ്മാനം 1 പവൻ വീതം 14 പേർക്ക്. കൂടാതെ ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ സിൽക്ക് സാരികളും. ഖാദി ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളുടെ നിരവധി സ്റ്റാളുകൾ, ഫർണിച്ചറുകൾ, കരകൌശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% ഡിസ്കൗണ്ട്. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യം ലഭ്യമാണ്. ഓണം ബക്രീദ് ഖാദി മെഗാ എക്സ്പോ.
അണിഞ്ഞൊരുങ്ങൂ ജീവിതത്തിൻ അഴകിൽ. ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ. വാർത്തകൾ തുടരുന്നു. പൂക്കളമൊരുക്കി ഓണസദ്യ ഉണ്ണാൻ ഇത്തവണ ആൺപടകൾക്കൊപ്പം സെന്റ് വിൻസെന്റ് ഹോമിലെ അന്തേവാസികളും ഉണ്ടായിരുന്നു. സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ ഓണാഘോഷം വ്യത്യസ്തമായ രീതിയിലാണ് അവർ ആഘോഷിച്ചത്. സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ ഓണാഘോഷം വ്യത്യസ്തമായ രീതിയിലാണ് നടന്നത്. പൂക്കളമൊരുക്കാനും ഓണസദ്യ ഉണ്ണാനും സെന്റ് വിൻസെന്റ് ഹോമിലെ 130ഓളം അന്തേവാസികളും ഇത്തവണ ഓണം ആഘോഷിക്കാൻ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒപ്പം ഉണ്ടായിരുന്നു. തെയ്യം, തിറ, ചെണ്ടമേളം, പുലിക്കളി എന്നിവയുടെ അകമ്പടികളോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. സിനിമാതാരം അബു സലീമാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ആ ഓണത്തെ അനുസ്മരിച്ചുകൊണ്ട് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറഞ്ഞ മാതിരി നാം ഓരോരുത്തരും ജാതി മതഭേദമന്യേ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി സ്നേഹം, പരസ്പരം സ്നേഹിക്കുവാനുള്ള മനസ്സും അതുപോലെ തന്നെ സഹായിക്കുവാനുള്ള മനസ്സും ഉണ്ടാക്കിയെടുക്കുക. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാവേലി, പൂക്കളം, ഓണപ്പാട്ട്, ഓണക്കിസ്, ഒറ്റ ക്യാൻവാസിൽ തത്സമയ ഓണചിത്രരചന, ഫോട്ടോഗ്രാഫി എന്നിവയിൽ മത്സരവും സംഘടിപ്പിച്ചിരുന്നു. കൂടാതെ വിദ്യാർത്ഥികളും അധ്യാപകരും PTA പ്രതിനിധികളും രക്ഷിതാക്കളും പങ്കെടുത്ത വാശിയേറിയ വടംവലി മത്സരവും നടന്നിരുന്നു. ഫാദർ വർഗീസ് ആനിക്കുഴി SJ, ഫാദർ KT ദേവസ്യ SJ, സ്കൂൾ ഹെഡ്മാസ്റ്റർ MV ജോർജ്, അഡ്വക്കേറ്റ് സാബു N ജോസഫ്, MH ആന്റണി, ഷാജി ആന്റണി, C ജെയിൻ, CT ലൂയിസ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വേദവും തീവ്രവാദവും എന്ന ഖുർആൻ സെമിനാർ കോഴിക്കോട് നടന്നു. ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സെമിനാറിൽ മതപണ്ഡിതൻ സെയ്ദലവി അൻസാരി മുഖ്യ പ്രഭാഷണം നടത്തി. ഖുർആൻ സുന്നത്ത് സൊസൈറ്റി കോഴിക്കോടിന്റെ ആഭിമുഖ്യത്തിലാണ് വേദവും തീവ്രവാദവും എന്ന ഖുർആൻ സെമിനാർ സംഘടിപ്പിച്ചത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ തുന്നിച്ചേർത്ത തീവ്രവാദ പരാമർശങ്ങളുടെ പൊരുൾ എന്താണെന്ന് വിശദീകരിക്കുന്ന സെമിനാറിൽ പ്രമുഖ മതപണ്ഡിതൻ സെയ്ദലവി അൻസാരി മുഖ്യ പ്രഭാഷണം നടത്തി. അപ്പോഴാണ് യൂസഫിന്റെ രീതി ഞാൻ കേൾക്കുന്നു എന്ന് യൂസഫിന്റെ കുപ്പായം അവിടുന്ന് കണ്ടപ്പോൾ തന്നെ യൂസഫിന്റെ രീതി ഞാൻ കേൾക്കുന്നു എന്നാൽ ആ കുപ്പായം കിട്ടിയപ്പോൾ കാണിച്ചു. ഇത് ഞാനും കിടന്ന് കുട്ടിക്കാലത്ത് പഠിച്ചതാണ്. കെ സലീം ഹാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നവാസ് മൂവാറ്റുപുഴ, മുത്തൂർ അബൂബക്കർ മൌലവി, ഹംസ പാലക്കി, രേഷ്മ കെട്ടേക്കാട്, ജാമിദ ടീച്ചർ, അബ്ദുസലാം ബാഖവി, ബഷീർ താനാളൂർ, ജാഫർ അത്തോളി തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. CDSന്റെ ആഭിമുഖ്യത്തിൽ അഗതികൾക്കായി ഓണക്കിറ്റും വസ്ത്രവും നൽകി. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിത രാജൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട് കുടുംബശ്രീ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരപരിധിയിലുള്ള അഗതികൾക്കായാണ് ഓണക്കിറ്റും വസ്ത്രവും നൽകിയത്. പൊന്നിൻ ചിങ്ങത്തിലെ ഓണത്തെ വരവേൽക്കാൻ പുതുവസ്ത്രം ധരിച്ച് ഓണസദ്യ ഉണ്ണാൻ നിറഞ്ഞ മനസ്സുമായാണ് ഓണക്കിറ്റും വസ്ത്രവും ഇവർ ഏറ്റുവാങ്ങിയത്. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിത രാജൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഓണത്തിന്റെ ഭാഗമായിട്ട് അഗതികൾക്കുള്ള ഓണക്കിറ്റാണ് ഇന്നിവിടെ വിതരണം നടത്തുന്നത്. നാളത്തെ ഓണപരിപാടി എല്ലാവരും വിജയിപ്പിക്കണം. നല്ലൊരു പരിപാടിയാണ് അത്. എല്ലാവരും കൂടെ വിജയിപ്പിച്ചാലേ നമുക്കത് നമ്മുടെ കോർപ്പറേഷന് തന്നെ ഏറ്റവും നല്ലൊരു പേര് കേട്ട ഒരു സംഭവമാണത്. സെന്റർ CDS ചെയർപേഴ്സൺ ഡീന കെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CDS പ്രോജക്ട് ഓഫീസർ റംസി ഇസ്മായിൽ, സെയ്ദ് അക്ബർ, ബാദുഷാ ഖാൻ, പ്രമീള ദേവദാസ്, കൌൺസിലർ നെജുമ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റോട്ടറി ഇന്ത്യ ലിറ്ററസി മിഷന്റെ ഭാഗമായി നാഷണൽ ബിൽഡർ അവാർഡുകൾ വിതരണം ചെയ്തു. അളകാപുരിയിൽ നടന്ന ചടങ്ങിൽ അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ ഷെരീഫ് അവാർഡുകൾ സമ്മാനിച്ചു. അധ്യാപകർക്കായി മെറിറ്റിന്റെയും സേവനത്തിന്റെയും അടിസ്ഥാനത്തിൽ റോട്ടറി ക്ലബ്ബ് ഏർപ്പെടുത്തിയ അവാർഡുകളാണ് നാഷണൽ ബിൽഡർ അവാർഡ്. റോട്ടറി ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് സൌത്തിന്റെ ആഭിമുഖ്യത്തിൽ 5 പേർക്ക് അവാർഡ് നൽകി. ലിറ്ററസി ഡേ ആചരണത്തോടനുബന്ധിച്ച് റോട്ടറി ഇന്ത്യ ലിറ്ററസി മിഷന്റെ ഭാഗമായാണ് അവാർഡ് വിതരണം നടന്നത്. അളകാപുരിയിൽ നടന്ന ചടങ്ങിൽ അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ ഷെരീഫ് അവാർഡുകൾ സമ്മാനിച്ചു. കൊടൽ ഗവൺമെന്റ് UP സ്കൂളിലെ PK വിനോദ് കുമാർ, ചെറുകുളത്തൂർ GLPയിലെ ജിജ S ദാസ്, ചാലപ്പുറം ഗവൺമെന്റ് ഗണപത് ബോയ്സിലെ ശശിധരൻ CM, ഗവൺമെന്റ് ഗണപത് ഗേൾസ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ രാജൻ P, പയ്യാനിക്കൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഷീബ E എന്നിവർ സർട്ടിഫിക്കറ്റും മൊമെന്റോയും അടങ്ങുന്ന പുരസ്കാരം സ്വീകരിച്ചു. പുരസ്കാര ജേതാക്കളെ KP രാധാകൃഷ്ണനും സാനന്ദ് രത്നവും പരിചയപ്പെടുത്തി. റോട്ടറി ക്ലബിന്റെ പ്രമുഖ വ്യക്തിത്വങ്ങളെ അഡ്വക്കേറ്റ് ദീപു BV പരിചയപ്പെടുത്തി. പരിപാടിയിൽ റോട്ടറി ക്ലബ് കാലിക്കറ്റ് സൌത്ത് പ്രസിഡന്റ് റോട്ടേറിയൻ CA രതീഷ് P അധ്യക്ഷനായി. PP വിനോദ് കുമാർ സ്വാഗതം പറഞ്ഞു. O സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു. അവാർഡ് ജേതാക്കളുടെ മറുപടി പ്രസംഗവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാലിക്കറ്റ്.
കോഴിക്കോട് ബട്ട് റോഡിൽ സുനാമി അടിക്കുമെന്ന മുന്നറിയിപ്പ് കേട്ട് ജനങ്ങൾ പരിഭ്രാന്തരായി. ബീച്ചിൽ ദുരന്ത നിവാരണ സേനയും പോലീസും അണിനിരന്നതോടെ ജനങ്ങൾ ഞെട്ടി. അമ്പരപ്പിന്റെയും ആശങ്കയുടെയും മുൾമുനയിൽ ബീച്ചിൽ നടന്ന മോക്ക് ഡ്രിൽ പിന്നീട് കൗതുകമായി മാറി. സമയം 12:30. ബട്ട് റോഡിലൂടെ പോയ പോലീസ് വാഹനത്തിലൂടെ ഒഴുകിയെത്തിയ അറിയിപ്പ് കേട്ട് തീരദേശവാസികൾ ഒരു നിമിഷം പകച്ചുപോയി. അല്പസമയത്തിനകം തീരദേശത്ത് സുനാമി ആഞ്ഞടിക്കും. ജനങ്ങൾ ഉടൻ തൊട്ടടുത്തുള്ള സ്കൂളിലേക്ക് നീങ്ങണമെന്നായിരുന്നു മുന്നറിയിപ്പ്. തൊട്ടുപിന്നാലെ ബീച്ച് റോഡിലൂടെ ആംബുലൻസുകളും പോലീസ് വാഹനങ്ങളും ചീറിപ്പാഞ്ഞു. ആംബുലൻസിന്റെ സൈറൺ കേട്ടവർ പരിഭ്രാന്തരായി. മിനിറ്റുകൾക്കകം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വളണ്ടിയർമാരും പോലീസുകാരും പ്രദേശത്തെ വീടുകളിലെത്തി ആളുകളെ ഒഴിപ്പിച്ചു തുടങ്ങി. സംഭവത്തിന്റെ ഗൌരവം ഉൾക്കൊണ്ട വീട്ടമ്മമാരും പുരുഷന്മാരും മക്കളെയും എടുത്ത് പോലീസുകാരുടെ കൂടെ പുറപ്പെട്ടു. സമീപത്തെ ബഹുനില ഫ്ളാറ്റിന്റെ മുകൾ നിലയിൽ നിന്നും കയറിൽ കെട്ടിയും ആളുകളെ ഇറക്കി. കടലിൽ വീണ യുവാക്കളെയും പരിക്കേറ്റവരെയും രക്ഷപ്പെടുത്തി സ്ട്രക്ചറിൽ കിടത്തിക്കൊണ്ട് ആംബുലൻസുകൾ എരഞ്ഞിപ്പാലത്തെ സഹകരണ ആശുപത്രിയിലേക്ക് കുതിച്ചു. എങ്ങും ആശങ്കയും പരിഭ്രമവും കലർന്ന അന്വേഷണങ്ങൾ. ഒരു മിനിറ്റിനകം ബട്ട് റോഡിലെ മാപ്പിള AUP സ്കൂൾ നിറഞ്ഞു കവിഞ്ഞു. 3 മണിക്ക് കടപ്പുറത്ത് സുനാമി ആഞ്ഞടിച്ചു. യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ദുരന്ത പ്രതിരോധ സേനയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ചേർന്ന് പുതിയങ്ങാടി ബീച്ചിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സുനാമി മോക്ക് ഡ്രിൽ നിന്നുള്ള നാടകീയ കാഴ്ചകളായിരുന്നു ഇത്. കടലിൽ നിന്ന് 100 മീറ്റർ പരിധിയിലുള്ള വീടുകളിലെ 204 പേരെയാണ് സ്കൂളിലേക്ക് പുനരധിവസിപ്പിച്ചത്. ഇവർക്ക് സ്കൂളിൽ ഉച്ചഭക്ഷണവും ഒരുക്കി. പ്രദേശത്ത് 2 മണിക്കൂർ ഗതാഗതം വഴിതിരിച്ചുവിട്ടു. പ്രകൃതി ദുരന്തങ്ങൾക്ക് മുന്നോടിയായി സ്വീകരിക്കേണ്ട തയ്യാറെടുപ്പുകൾ, സുരക്ഷാ സംവിധാനങ്ങൾ, വിനിമയോപാധികൾ, ഒരുക്കങ്ങൾ, പുനരധിവാസ പരിപാടികൾ എന്നിവ മോക്ക് ഡ്രില്ലിലൂടെ വിലയിരുത്തി. DYSP PTS വേണുഗോപാൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. NDRF അസിസ്റ്റന്റ് കമാൻഡ് രാജൻ ബാലുവിന്റെ നേതൃത്വത്തിൽ തൃശൂർ NDRF റീജിയണൽ റെസ്ക്യൂ സെന്ററിലെ 20 പേരും സംസ്ഥാന പോലീസിന്റെ NDRFിലെ 5 പേരും ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അരുൺ ഭാസ്കറിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് സംഘവും DMO ഇൻചാർജ് ഡോക്ടർ പീയൂഷ് നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ സംഘവും കോസ്റ്റൽ പോലീസും കോസ്റ്റ് ഗാർഡും ലോക്കൽ പോലീസുമാണ് സർവ്വസജ്ജരായി മോക്ക് ഡ്രിൽ നിയന്ത്രിച്ചത്. കളക്ടറേറ്റിൽ സജ്ജമാക്കിയ കൺട്രോൾ റൂമിലെ പ്രവർത്തനങ്ങൾക്ക് അസിസ്റ്റന്റ് കളക്ടർ K ഇൻപശേഖർ, ഡെപ്യൂട്ടി കളക്ടർ B അബ്ദുൽ നാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരിടവേള കൂടി. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. 25 വർഷത്തെ വസ്ത്രവ്യാപാര പാരമ്പര്യമുള്ള KV കോംപ്ലക്സിൽ ഓണം ബക്രീദ് വസ്ത്രോത്സവം. മിതമായ വിലയിൽ തുണിത്തരങ്ങൾ ലഭിക്കുന്ന കോഴിക്കോട്ടെ ആദ്യത്തെ വസ്ത്രവ്യാപാര കേന്ദ്രം. കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് പാളയം ജംഗ്ഷനിൽ 5 നിലകളിലായി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി 150ഓളം ഹോൾസെയിൽ റീറ്റെയിൽ ഷോപ്പുകൾ. സാരീസ്, സൽവാർ, ടെസ്റ്റ് മെറ്റീരിയൽസ്, നൈറ്റി മെറ്റീരിയൽസ്, എല്ലാവിധ ജെന്റ്സ്, ലേഡീസ്, ബോയ്സ് ആൻഡ് ഗേൾസ് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, പർദ, ഇന്നർവെയർ, നൈറ്റി, ബെഡ്ഷീറ്റുകൾ മിതമായ നിരക്കിൽ. ഈ വർഷത്തെ ഓണം ബക്രീദ് പർച്ചേസ് KV കോംപ്ലക്സിൽ നിന്നാവട്ടെ. KV കോംപ്ലക്സ്, പാളയം ജംഗ്ഷൻ, കോഴിക്കോട്. ഒരുങ്ങൂ ജീവിതത്തിൻ അഴകിൽ. ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ. ഓണം ബക്രീദ് ഖാദി മെഗാ എക്സ്പോ, മിഠായി തെരുവ്, ഖാദി ഗ്രാമോദ്योग എംപോറിയം. ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റും കൈനിറയെ സമ്മാനങ്ങളും. 1ാം സമ്മാനം 25 പവൻ സ്വർണ്ണ നാണയം, 2ാം സമ്മാനം 6 പവൻ സ്വർണ്ണ നാണയം, 3ാം സമ്മാനം 1 പവൻ വീതം 14 പേർക്ക്. കൂടാതെ ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ സിൽക്ക് സാരികളും. ഖാദി ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളുടെ നിരവധി സ്റ്റാളുകൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% ഡിസ്കൗണ്ട്. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യം ലഭ്യമാണ്. ഓണം ബക്രീദ് ഖാദി മെഗാ എക്സ്പോ. വാർത്തകൾ തുടരുന്നു.
കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ യുവജന വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചു. ഇന്ത്യൻ കായിക മേഖല അവസരങ്ങൾ കാത്തിരിക്കുന്നു എന്ന വിഷയത്തിൽ കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ പ്രഭാഷണം നടത്തി. കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ യുവജന വിഭാഗമായ യങ് ചേംബറിന്റെ പ്രതിമാസ പ്രഭാഷണ പരിപാടിയുടെ ഭാഗമായി ഇന്ത്യൻ കായിക മേഖലയിലെ അവസരങ്ങൾ കാത്തിരിക്കുന്നു എന്ന വിഷയത്തിൽ സിംപോസിയം സംഘടിപ്പിച്ചു. കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ മുഖ്യപ്രഭാഷണം നടത്തി. പക്ഷേ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് പോട്ടി അല്ലെങ്കിൽ അതൊരു പോസിറ്റീവ് ചിന്തയാണ്. ആ ചിന്ത യങ് ചേംബർ നിലനിർത്തണം എന്നാണ് എനിക്ക് പറയുന്നത്. യങ് ചേംബർ ചെയർമാൻ സുബൈർ കൊളക്കാടൻ അധ്യക്ഷം വഹിച്ചു. കൺവീനർ പി എ ആസിഫ്, കാലിക്കറ്റ് ചേംബർ പ്രസിഡന്റ് പി ഗംഗാധരൻ, സെക്രട്ടറി അബ്ദുള്ള മാളിയക്കൽ, റമീസ് അസീസ്, വിഷോ പനങ്ങാട്, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി പി എ ഹംസ, എം ശ്രീറാം, എൻ പി ഷംനാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിൽ സാംസ്കാരിക സാക്ഷരരുടെ എണ്ണം കുറയുകയാണെന്ന് എഴുത്തുകാരൻ യു എ ഖാദർ. TBS ഹാളിൽ PN പണിക്കർ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച സാക്ഷര ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാക്ഷരതയിൽ മുൻപന്തിയിലാണെന്ന് അഹങ്കരിക്കുന്ന നാം എത്രത്തോളം സാംസ്കാരിക സാക്ഷരത നേടിയിട്ടുണ്ടെന്ന് ചിന്തിക്കേണ്ട സമയമാണിതെന്ന് സാഹിത്യകാരൻ യു എ ഖാദർ പറഞ്ഞു. PN പണിക്കർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലോക സാക്ഷരതാ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാംസ്കാരിക സാക്ഷരത എന്നാൽ സാംസ്കാരിക അവബോധമാണ്. സാഹിത്യ പ്രവർത്തനം മാത്രമല്ല, സാംസ്കാരിക പ്രവർത്തനം. സ്വാർത്ഥത കൈവിടിഞ്ഞ് സമൂഹത്തിന്റെ മൊത്തം ഉന്നതിക്കായി പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ടാകണം. സ്വന്തം വീടും പരിസരവും വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി വൃത്തികേടുകളും മാലിന്യങ്ങളും പൊതുസ്ഥലത്ത് തള്ളുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതാണ് ഈ കാലത്തിന്റെ പ്രത്യേകത. പരിസ്ഥിതി സാക്ഷരതയും ഇന്നത്തെ സമൂഹത്തിന് കൈമോശം വന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അത്യാവശ്യം എഴുത്തും വായനയും അറിയാവുന്ന താൻ പോലും സാംസ്കാരികമായി നിരക്ഷരനായി പോകുന്നോ എന്ന ഭയമാണുള്ളതെന്നും യു എ ഖാദർ പറഞ്ഞു. എഴുത്തും വായനയും പഠിച്ചതോടുകൂടി നമ്മൾ സാക്ഷരരായി എന്നാണ് വെപ്പ്. പക്ഷെ അതിനേക്കാൾ ഉപരി നമുക്ക് സാംസ്കാരിക സാക്ഷരത നേടിയിട്ടുണ്ടോ എന്ന ചിന്തയാണ് ഇതുപോലുള്ള ദിവസങ്ങളിൽ ഉണ്ടാവേണ്ടത്. NE ബാലകൃഷ്ണമാരാർ അധ്യക്ഷം വഹിച്ചു. അഡ്വക്കേറ്റ് M രാജൻ, ഡോക്ടർ KV തോമസ്, ഡോക്ടർ K മൊയ്തു, TV ബാലൻ, M വെങ്കിടാചലം, പുത്തുറമ്പടം ചന്ദ്രൻ, വിൽസൺ സാമുവേൽ, EV ഇസ്മാൻ കോയ, പുതുക്കുടി ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. V4U ബാങ്ക്സിന്റെ കോഴിക്കോട്ടെ ഷോറൂം MP റോഡ് ന്യൂ ബസാറിൽ പ്രവർത്തനം ആരംഭിച്ചു. മാനേജിംഗ് ഡയറക്ടർ അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. V4U ബാഗ്സിന്റെ കോഴിക്കോട്ടെ പുതിയ ഷോറൂം MP റോഡ് ന്യൂ ബസാറിൽ പ്രവർത്തനം തുടങ്ങി. മാനേജിംഗ് ഡയറക്ടർ അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. ആദ്യ വിൽപ്പന കുന്നമംഗലം സിറ്റി ഫാൻസിക്ക് നൽകിക്കൊണ്ട് പാർട്ണർ ഗോപാലൻ നായർ നിർവഹിച്ചു. എല്ലാ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെയും വൻ ശ്രേണിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അമേരിക്കൻ ടൂറിസ്റ്റർ, വൈൽഡ് ക്രാഫ്റ്റ്, സ്കൈ ബാഗ് എന്നിവയോടൊപ്പം V4U എന്ന സ്വന്തം ബ്രാൻഡും വിപണിയിലെത്തിക്കുന്നു. സ്ത്രീകൾക്കായുള്ള മികച്ച ബ്രാൻഡുകളായ എലിമീർ, മോർച്ചീസ് എന്നിവയുടെ ഉൽപ്പന്നങ്ങളും ഇവിടെയുണ്ട്. ട്രക്കിംഗ് ബാഗ്, ട്രാവൽ ബാഗ്, ലാപ്ടോപ്പ് ബാഗ്, ലേഡീസ് വാലറ്റ്, ജെന്റ്സ് ബെൽറ്റ്, ജെന്റ്സ് പേഴ്സ് തുടങ്ങിയവയുടെ വിവിധ മോഡലുകളും വിൽപ്പനയ്ക്കായുണ്ട്. എല്ലാ ഉൽപ്പന്നങ്ങളും മൊത്തമായും ഇവിടെ നിന്നും വാങ്ങാം. കേരളത്തിലെ രണ്ടാമത്തെ ഷോറൂമാണ് കോഴിക്കോട്ടേത്. V4U ബാഗ്സിന്റെ കേരളത്തിലെ രണ്ടാമത്തെ ഷോറൂമാണ് കോഴിക്കോട്ടേത്. തലശ്ശേരിയിലും V4U ബാഗ്സ് പ്രവർത്തിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്റ്റേപ്പ് ട്രോളി വാങ്ങുമ്പോൾ ഒരു ട്രാവൽ ബാഗ് തികച്ചും സൌജന്യമായി ഉപഭോക്താക്കൾക്ക് നൽകും. V4U ബാഗ്സ്, ന്യൂ ബസാർ, MP റോഡ്, കാലിക്കറ്റ്. ആയുർവേദിക് ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവുമായി സാൻഡ്രോസ് കമ്പനിയുടെ കോഴിക്കോട്, വയനാട് ജില്ലകളുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ഈസ്റ്റ് കൊമ്മേരി ബസാറിലെ ചെറുകാട്ട് ബിസിനസ് കോംപ്ലക്സിൽ ആരംഭിച്ച ഓഫീസ് സാൻഡ്രോസ് MD ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിദത്തമായ ആയുർവേദ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ ഇനി എളുപ്പത്തിൽ നിങ്ങളുടെ കൈകളിലെത്തും. സാൻഡ്രോസ് കമ്പനിയുടെ ആയുർവേദ ബ്യൂട്ടി കെയർ പ്രോഡക്റ്റുകളുടെ വിപുലമായ ശേഖരമാണ് ഇതിനായി കോഴിക്കോട് സജ്ജമായത്. കൊമ്മേരിയിൽ ആരംഭിച്ച കോഴിക്കോട്, വയനാട് ജില്ലകളുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫീസ് സാൻഡ്രോസ് കമ്പനി MD P ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കൊമ്മേരി ഈസ്റ്റ് മസ്ജിദ് ഇമാം അബ്ദുൽ ഹക്കീം ഫൈസി, മാനേജിംഗ് പാർട്ണർ NK സുഹറാബി, റിലാക്സ് DGM ഷജിദ് CK, സിറാജ് TP, സാൻജോ, മുസ്തഫ കൊമ്മേരി തുടങ്ങിയവർ സംബന്ധിച്ചു. ഈസ്റ്റ് കൊമ്മേരി ബസാറിലെ ചെറുകാട്ട് ബിസിനസ് കോംപ്ലക്സിൽ ആരംഭിച്ച ഓഫീസിൽ വൈവിധ്യങ്ങളായ ഉൽപ്പന്നങ്ങളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. 150 മുതൽ 270 രൂപ വരെയുള്ള ഗ്രീൻ ആപ്പിൾ, ലെമൺ ടർമറിക്, ഹണി, നീം ആൻഡ് തുളസി ഫേസ് വാഷുകൾ, 367 മുതൽ 500 രൂപ വരെയുള്ള മസാജിംഗ് ക്രീമുകൾ, വൈറ്റനിങ്, മോയ്സ്ചറൈസിംഗ് ക്രീമുകൾ തുടങ്ങിയവയെല്ലാം ഇവിടെ സജ്ജമാണ്. ഇതുകൂടാതെ കാലിന്റെ വിണ്ടുകീറൽ പൂർണ്ണമായി ഭേദമാക്കാൻ ക്രാക്ക് ജെൽ, താരനകറ്റാനുള്ള ഉൽപ്പന്നങ്ങൾ, ഹോം ഫേഷ്യൽ പാക്കുകൾ, ഓർഗാനിക് ഹെർബൽ ഹെന്നകൾ എന്നിവയെല്ലാം സാൻഡ്രോസ് അവതരിപ്പിക്കുന്നു. തികച്ചും പ്രകൃതിദത്തമായ സാൻഡ്രോസ് ഉൽപ്പന്നങ്ങൾക്ക് മറ്റ് പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് MD ശ്രീകാന്ത് പറയുന്നു.
പുതിയൊരു സെഗ്മെന്റ്, അതായത് പുതിയ ഒരു അവയർനെസ് ആൾക്കാരുടെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയാണ് ന്യൂ സാൻഡ്രോസിലൂടെ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ബ്യൂട്ടി പാർലർ സെഗ്മെന്റ് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ സാൻഡ്രോസിൽ ക്രീമുകളുടെ വൈവിധ്യമായ ശേഖരം മാത്രമല്ല, ഒപ്പം 3 ദിവസത്തെ പൂർണ്ണ ഗ്യാരണ്ടിയോടെ മുടി വളരാനുള്ള പ്രത്യേക എണ്ണയും ഇവിടെ ലഭ്യമാണ്. തുച്ഛമായ വില മാത്രമാണ് ഉൽപ്പന്നങ്ങൾക്ക് ഈടാക്കുന്നത്. മസാജിംഗ് ക്രീം, സ്ക്രബ്, ജെൽ, ഫേഷ്യൽ മാസ്ക് തുടങ്ങിയവ സാൻഡ്രോസ് ഉൽപ്പന്നങ്ങൾ അടങ്ങിയ 1200 രൂപയുടെ പ്രത്യേക കിറ്റും ഓഫീസിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ലേഡി കൂൾ എന്ന പദ്ധതിയിലൂടെ വീടുകളിൽ AC സ്ഥാപിക്കുക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വനിതകളെ പ്രാപ്തരാക്കുകയാണ്. വരാൻ പോകുന്ന വേനലിൽ സാധാരണക്കാരുടെ വീടുകളിലും എയർ കണ്ടീഷൻ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിന് ലോകത്തിലെ നമ്പർ 1 AC കമ്പനിയായ ഡക്കിനുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. വായ്പ കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് പലിശ പൂർണ്ണമായും ഒഴിവാക്കി 18 മാസം കൊണ്ട് മുതൽ തുക മാത്രം തിരിച്ചടച്ച് വായ്പ അവസാനിപ്പിക്കുന്നതിന് സൌകര്യമുണ്ടായിരിക്കുമെന്ന് ബാങ്ക് ജനറൽ മാനേജർ സാജു ജെയിംസ് പറഞ്ഞു. ഒരു ടൺ AC വാങ്ങാൻ ഫിറ്റിംഗ് ചാർജ് അടക്കം 30,000 രൂപയാണ് ബാങ്ക് നൽകുന്നത്. മറ്റ് 2 സ്ത്രീകളുടെ ജാമ്യത്തിലാണ് വായ്പ അനുവദിക്കുക. AC-യുടെ കപ്പാസിറ്റി അനുസരിച്ച് 50,000 രൂപ വരെ വായ്പ നൽകും. ബാങ്ക് നടപ്പിലാക്കുന്ന 30ഓളം വായ്പാ പദ്ധതികളുടെ ഭാഗമായാണ് ലേഡി കൂളും നടപ്പിലാക്കുന്നതെന്ന് ബാങ്ക് സാരഥികളായ P. ദാമോദരൻ, N. സുഭാഷ് ബാബു, VA റജില എന്നിവർ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതിയറ BM UP സ്കൂളിലെ ഓണാഘോഷങ്ങൾ സാമൂഹ്യ വിരുദ്ധർ അലങ്കോലമാക്കി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കുമെന്ന് കളക്ടർ N. പ്രശാന്ത്. കേരള കയർത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കോഴിക്കോട്ട് നടന്നു. ഓണാവധിക്ക് മുൻപ് ജില്ലയിലെ വിദ്യാലയങ്ങൾ ആഘോഷത്തിൽ. പൂക്കളമൊരുക്കിയും ഓണസദ്യയുണ്ടും സ്കൂളുകൾ ഓണം ആഘോഷ നിറവിൽ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.